ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ വെക്കേഷൻ ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ പാർട്ടാണിത് കേട്ടോ. ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ സ്വരാക്ഷരങ്ങൾ എന്താണ്, വ്യഞ്ജനാക്ഷരങ്ങൾ എന്തൊക്കെയാണ്, കണ്ടോ, ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാണ്, ചിഹ്നങ്ങൾ കൂട്ടി എഴുതുന്നത് എങ്ങനെയാണ്, പിന്നെ കൂട്ടക്ഷരങ്ങൾ, കൂടിയിരിക്കുന്ന അക്ഷരങ്ങൾ അല്ലേ, കൂട്ടക്ഷരങ്ങൾ ഏതൊക്കെയാണ്, ഇത് ഇത്രയാണ് മലയാളം അക്ഷരങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററും വലിയ അക്ഷരങ്ങൾ, ക്യാപിറ്റൽ ലെറ്റർ എന്ന് വെച്ചാൽ വലിയ അക്ഷരങ്ങളും സ്മാൾ ലെറ്റർ ചെറിയ അക്ഷരങ്ങളും എങ്ങനെയാണ് എഴുതുന്നതെന്ന് പഠിച്ചു അല്ലേ. പിന്നെ നമ്മൾ ഹിന്ദിയിലും അതുപോലെ തന്നെ സ്വരാക്ഷരം അല്ലേ, സ്വരാക്ഷരങ്ങളല്ലേ വർണ്ണമാലയ്ക്കകത്ത് അല്ലേ, അതിനകത്തിൽ നോക്കിയേ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും, ഹിന്ദിയിലെ വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ നല്ലപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. ഓർഡർ അനുസരിച്ചാണ് അതൊക്കെ നമ്മൾ ഇത് പറഞ്ഞതാണ്. നമ്മുടെ ഇഷ, ഇത്ര, ഇസ്ര, ഇജ്ഞ എന്നൊക്കെ ഉള്ളത് നല്ലതുപോലെ ഓർത്തോണേ എന്നൊക്കെ പറഞ്ഞതാണ്. പിന്നെ അതിനകത്തിലെയും ചിഹ്നങ്ങൾ, കാക്കാക്കിക്കകത്തിലെ ചിഹ്നങ്ങൾ ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേയും ഇല്ല, കോയും ഇല്ല കേട്ടോ. കോയും ഇല്ല, കേയും ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഹിന്ദിയിലെ ഒരു 7-8 കളർ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ വെക്കേഷൻ ക്ലാസ് ആണ്, ഓർത്തോണം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണ് നമ്മൾ ടെസ്റ്റ് സ്കൂൾ തുറക്കുമ്പോൾ എടുക്കുന്നുണ്ട്. ടെസ്റ്റുകൾക്കെല്ലാം മാറ്റമുണ്ട്. അപ്പം അതുകൊണ്ട് ബേസാണ് നമ്മളിപ്പോൾ വെക്കേഷൻ ക്ലാസ് എന്ന് പറഞ്ഞ് എടുക്കുന്നത് കേട്ടോ. കളറുകൾ എന്നുള്ളതിന് ഹിന്ദിയിൽ രംഗവും കേട്ടോ, രംഗിന കളറ് രംഗ്, അതിനകത്തിൽ ഓരോന്നും ഉണ്ട്. ഒരു 10 കളറ് നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ ആ 1ഉം 2ഉം പാർട്ടൊക്കെ കണ്ടിട്ടേ ഈ മൂന്നാമത്തെ പാർട്ട് കാണാം കേട്ടോ. പിന്നെ ഇംഗ്ലീഷിനകത്തിലെ കുറേ അർത്ഥങ്ങൾ നമ്മൾ പഠിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴേ അറിഞ്ഞിരിക്കേണ്ട കുറേ വാക്കുകൾ കേട്ടോ. അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ വാക്കുകൾ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളത് വായിച്ചെല്ലാം പറഞ്ഞതാണ് കേട്ടോ. ബൈ ഹും, വിത്ത് ഹും, ഫ്രം ഹും കേട്ടോ. അതൊക്കെ വരുന്ന അർത്ഥങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഉള്ള കുറേ വാക്കുകളാണ്. ഹൗ, വാട്ട്, ഹൂ, വെന്ന്, ഫോറ് കണ്ടോ. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു വാക്കുകളാണ്, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ചെറിയ വാക്കുകളാണ് ഈ തന്നിരിക്കുന്നത്. അതിൻ്റെ എല്ലാ അർത്ഥങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ബിഹൈൻഡ്, വെയർ, ദെയർ, ഹിയർ കണ്ടോ. പിന്നെ സം ചേർത്ത കുറേ വാക്കുകൾ, സംവെയർ, സംവാട്ട്, സംഹൗ, സംഡേ കണ്ടോ. അതുപോലെ കുറേ വാക്കുകൾ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ടുഡേ, ടുമോറോ, ഏർലി, നൗ, സൂൺ, യെസ്റ്റർഡേ, ഈവനിങ്, മോർണിംഗ്, നൈറ്റ്, ഡേ, ഇതിൻ്റെ എല്ലാ അർത്ഥം നമ്മളിതൊക്കെ ഡെയിലി ഉപയോഗിക്കുന്നതാണ് അല്ലേ. ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞു കണ്ടേ. ആൾവേസ്, സംടൈംസ് കണ്ടോ. കുഞ്ഞു കുഞ്ഞു വാക്കുകളാണ് ഞാൻ പറഞ്ഞത്, ചെറിയ വാക്കുകൾ കണ്ടല്ലോ. ഓക്കെ, അപ്പം നമ്മൾ എന്താ വെച്ചാൽ താഴെ ഓരോ ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പം നമ്മൾ പഠിക്കാൻ ഇവിടെ മുതലാണ് കേട്ടോ. അതായത് നമ്മൾ ഇനി അതിനകത്തിലെ ചെറിയ ചെറിയ വാക്കുകൾ ഞാൻ ഉള്ളതിലേക്കും ഏറ്റവും ചെറിയ വാക്കുകൾ നോക്കിയോ നിങ്ങളെ പറയുന്നത്. നിങ്ങൾക്കിത് കാണുമ്പം തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇനി നോക്കിയേ, ഐ എന്ന് വെച്ചാൽ എന്താ, ഞാൻ. ഐ എന്ന് വെച്ചാൽ ഞാൻ. നമ്മൾ ചെറിയ വാക്കാണ് പഠിക്കുന്നത്, ഇതിൽ നിന്നാണ് നമ്മൾ വലുതിലോട്ട് പോകുന്നത് കേട്ടോ. ഐ എന്ന് വെച്ചാൽ ഞാൻ. ഷീ എന്ന് വെച്ചാൽ അവള്, ഷീ എന്ന് വെച്ചാൽ അവള്. ഹീ എന്ന് വെച്ചാൽ അവൻ, അവനും അവളും അല്ലേ, ആണും പെണ്ണും അല്ലേ, അവനും അവളും. ഹീ എന്ന് വെച്ചാൽ അവനാണ്, ഷീ എന്ന് വെച്ചാൽ അവളാണ്. ഇറ്റ് എന്ന് വെച്ചാൽ അതിങ്ങെടുത്തേ, അതങ്ങ് കൊടുക്ക്, അത് നമ്മൾ പറയത്തില്ലേ. അപ്പം ഇറ്റ്, ഐ, ഷീ, ഹീ, ഇറ്റ്, ഈ 4 പഠിച്ചോ. ഇന്ന് നമ്മൾ പഠിക്കുന്ന വാക്കുകളാണ് ഇത് കേട്ടോ. നമ്മൾ ഇതുവരെ പഠിച്ച, ഇപ്പം ഞാൻ അല്ലാതെ ഓഫ് ട്യൂഷൻ എന്ന് വെച്ചാൽ ട്യൂഷനിലായിരുന്നെങ്കിൽ നമുക്കിത് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഏതാ അറിയാത്തതെന്ന് എനിക്ക് പറയാൻ പറ്റുമായിരുന്നു. ഇതിപ്പം നമുക്കത് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഞാനിത് വെക്കേഷൻ ക്ലാസ് എല്ലാം കൂടെ വെച്ചിട്ട് ലാസ്റ്റിലൊരു ക്ലാസ് എടുക്കാം. അപ്പം ഞാൻ ഓരോരുത്തരുടെ അടുത്തും ചോദിക്കാം. അപ്പോൾ പഠിച്ച ആരൊക്കെ ഉണ്ടെന്ന് അന്നേരം മനസ്സിലാവും കേട്ടോ. നമ്മുടെ ട്യൂഷൻ തിങ്കളാഴ്ച തുടങ്ങുകയാണ് കേട്ടോ. തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് കേട്ടോ. ഇനി ഞാൻ പ്രത്യേകം ആരെയും വിളിക്കേണ്ടല്ലോ, എല്ലാവരും രാവിലെ 10 മണിക്ക് തന്നെ ഇങ്ങനെ എത്തണം. അടുത്ത യു എന്ന് വെച്ചാൽ നീ എന്നും നിങ്ങളെന്നും ഒക്കെ പറഞ്ഞ യു ആ കേട്ടോ. നീ എന്തിനാ അങ്ങോട്ട് പോയെന്നൊക്കെ, നീ എന്ന് പറയത്തില്ലേ, നിങ്ങൾ എന്തിനാന്നൊക്കെ. യു എന്ന് വെച്ചാൽ നീ, നിങ്ങൾ എന്നൊക്കെ കേട്ടോ. അവസരോചിതമായിട്ട് നമ്മൾ ഓരോന്നും ഉപയോഗിക്കുന്നതാണ്. ദേ എന്ന് വെച്ചാൽ അവരെന്നോട് അങ്ങനെ പറഞ്ഞു. അവരെന്നൊക്കെ പറയത്തില്ല, അതാ ദേ. മീ എന്ന് വെച്ചാൽ എന്നോട് അത് പറഞ്ഞമ്മേ, എനിക്കത് സഹിച്ചില്ല എന്നൊക്കെ പറയത്തില്ലേ. മീ, എന്നോട്, എനിക്ക്. ഹിം എന്ന് വെച്ചാൽ അവനെ കേട്ടോ. ഹിം എന്ന് വെച്ചാൽ, ഹീ എന്ന് വെച്ചാൽ അവനല്ലേ, ഹിം എന്ന് വെച്ചാൽ അവനെ. പിന്നെ ഷീ എന്ന് വെച്ചാൽ അവളാണ്, അപ്പം ഹെർ എന്ന് വെച്ചാൽ അവളുടെ. അസ് എന്ന് വെച്ചാൽ ഞങ്ങൾ. ഈ വി, അസ് എന്നൊക്കെ നോക്കണേ നിങ്ങൾ. അസ് എന്ന് വെച്ചാൽ ഞങ്ങളെ കേട്ടോ. പിന്നെ മൈ എന്ന് വെച്ചാൽ എൻ്റെ. മൈ എന്ന് വെച്ചാൽ എൻ്റെ. യു എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് പറഞ്ഞു എന്താ, നീ അല്ലേ. യു എന്ന് വെച്ചാൽ നീ, നിങ്ങൾ എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ യുവർ എന്ന് വെച്ചാലോ, നിൻ്റെ. യു എന്ന് വെച്ചാൽ നീ, യുവർ എന്ന് വെച്ചാൽ നിൻ്റെ.
ഹീ എന്ന് വെച്ചാൽ അവൻ അല്ലേ, മുമ്പ് നമ്മൾ പറഞ്ഞു ഹീ എന്ന് വെച്ചാൽ അവൻ, അപ്പം ഹിസ് എന്ന് വെച്ചാൽ അവൻ്റെ, അത് ഓർത്തോണേ നിങ്ങൾ കേട്ടോ. യു എന്ന് വെച്ചാൽ നീ. ഓരോ വാക്കും നിങ്ങൾക്ക് ആ മനസ്സിലാകത്തക്ക രീതിയിലാണ് ഞാൻ ഈ രണ്ടെണ്ണം വെച്ച് എഴുതിയത്. മൈ എന്ന് വെച്ചാൽ എൻ്റെ അല്ലേ, മൈ എന്ന് വെച്ചാൽ എൻ്റെ. യു എന്ന് വെച്ചാൽ നീ, നിങ്ങൾ എന്നൊക്കെ വരും. യുവർ എന്ന് വെച്ചാൽ അപ്പം നിൻ്റെ, യുവർ നിൻ്റെ. ഇത് നിങ്ങൾ പഠിച്ചിട്ട് വീട്ടിൽ അച്ഛനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഫസ്റ്റിൽ തന്നെ പറഞ്ഞു, ഒരു ബുക്ക്, വെള്ള ബുക്ക് എടുത്തിട്ട് അതിനകത്തിൽ വലുതായിട്ട് ഇതുപോലെ തന്നെ വലുതായിട്ടും വൃത്തിയായിട്ടും എഴുതി വെച്ച് പഠിക്കുക. എന്നിട്ട് ബുക്ക് ആരുടെയില്ലെങ്കിൽ കൊടുത്തിട്ട് ചോദിക്കാൻ പറയണം. തിരിച്ചും മറിച്ചും ചോദിക്കണം. ഒരിക്കലും ഹി, ഹിസ് അങ്ങനെ ചോദിക്കരുത്. ഇപ്പം അവൻ എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താ, അവൻ, ഹി, അങ്ങനെ തിരിച്ചും മറിച്ചും ചോദിക്കണം കേട്ടോ. ഹിസ് എന്ന് വെച്ചാൽ അവൻ്റെ, ഷീ എന്ന് വെച്ചാൽ അവള്, ഹെർ എന്ന് വെച്ചാൽ അവളുടെ കേട്ടോ. ഹി എന്ന് വെച്ചാൽ അവന്, ഹിസ് എന്ന് വെച്ചാൽ അവൻ്റെ, ഷീ എന്ന് വെച്ചാൽ അവള്, ഹെർ എന്ന് വെച്ചാൽ അവളുടെ, ദേ എന്ന് വെച്ചാൽ അവര്, ദേ എന്ന് വെച്ചാൽ അവര്, അത് തിരിഞ്ഞു പോലെ, ദേ എന്ന് വെച്ചാൽ അവര്. പിന്നെ ദേർ എന്ന് വെച്ചാലോ നിങ്ങൾ, ദേർ അവരുടെ, ദേർ എന്ന് വെച്ചാൽ അവരുടെ. പിന്നെ വി എന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ പറഞ്ഞു വിയും അസിൻ്റെയും കാര്യം പറഞ്ഞില്ലേ, അസ്, വി, അസ് എന്ന് വെച്ചാൽ ഞങ്ങളെ എന്ന് പറഞ്ഞില്ലേ, ഞങ്ങളെ. ഇവിടെ നോക്കിയേ, വി എന്ന് വെച്ചാൽ ഞങ്ങൾ, നമ്മൾ എന്നൊക്കെ പറയത്തില്ലേ, ഓ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഉണ്ടായിരുന്നു അല്ലെ, നമ്മളെല്ലാവരും കൂടെ അവിടെ ഉണ്ടായിരുന്നു ഒക്കെ പറയത്തില്ലേ, അതിനൊക്കെ വി ആ ഉപയോഗിക്കുന്നത് കേട്ടോ. അതും ഈ പറയുന്ന പോലെ നമ്മൾ ഒരു സെൻറ്റൻസിൻ്റെ അവസരോചിതമായിട്ടാണ് നമ്മൾ അതും പറയുന്നത്, വിയും അസും ഒക്കെ കേട്ടോ. അവർ എന്ന് വെച്ചാൽ നമ്മുടെ, ഞങ്ങളുടെ എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒരു മെയിനായിട്ട് ഇങ്ങനെ പഠിക്കുന്നെങ്കിലും ഓരോ സെൻറ്റൻസും വായിച്ച് നമ്മൾ അതിൻ്റെ അർത്ഥം അനുസരിച്ചാണ് ഇത് പറയുന്നത്. ഷീ, ഹെർ, ഹീ, ഹിസ്, ദേ, ദേർ, വി, അവർ, ഇതിൻ്റെ എല്ലാ അർത്ഥവും ഒന്ന് അറിഞ്ഞിരിക്കണേ നിങ്ങൾ കേട്ടോ. ഓക്കെ ആണോ? അത്ര എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോ? അതുപോലെ തന്നെ ചെറിയ വാക്കുകളാണ് കണ്ടേ, ഈഫ്, എല്ലാം കുഞ്ഞു കുഞ്ഞു വാക്കുകളാണ്. ഈഫ്, എങ്കിൽ, ഈഫ് എന്ന് വെച്ചാൽ എങ്കിൽ. ബട്ട് എന്ന് വെച്ചാൽ ബട്ട്, നമ്മൾ ഓരോ സെൻറ്റൻസ് എങ്കിലും എടുക്കുമ്പോഴേ ഇടയ്ക്കൊക്കെ വരുന്ന വാക്കുകളായത്. ബട്ട്, പക്ഷേ, ബട്ട് എന്ന് വെച്ചാൽ പക്ഷേ. സോ ദാറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സോ എന്ന് വെച്ചാൽ അതുകൊണ്ട്, സോ ദാറ്റ് എന്ന് വെച്ചാൽ അതിനാൽ എന്നാണ് കേട്ടോ. സോ എന്ന് വെച്ചാൽ അതുകൊണ്ട്, ബിക്കോസ് കാരണം. നമ്മൾ ഇതെല്ലാം ഓരോ സെൻറ്റൻസ്, രണ്ട് സെൻറ്റൻസുകൾ തങ്ങളിൽ ചേരുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ വരുന്നുണ്ട്. ഈഫ് എന്ന് വെച്ചാൽ എങ്കിൽ, ഈഫ് എന്ന് വെച്ചാൽ എങ്കിൽ, ബട്ട് എന്ന് വെച്ചാൽ പക്ഷേ, സോ എന്ന് വെച്ചാൽ അതുകൊണ്ട്, ബിക്കോസ് കാരണം, മെനി നിരവധി, ഒത്തിരി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നിരവധി. സിൻസ് എന്ന് വെച്ചാൽ മുതലായി, മുതലാളി എന്നല്ലേ, അത് മുതൽ, ഇത് മുതൽ എന്നൊക്കെ നമ്മൾ മുതലായി. സോ ദാറ്റ് എന്ന് വെച്ചാൽ അതിനാൽ, സോ എന്ന് വെച്ചാൽ എന്തായിരുന്നു, അതുകൊണ്ട്. സോ ദാറ്റ് എന്ന് വെച്ചാൽ അതിനാൽ. അസ് വെൽ കൂടാതെ, അസ് വെൽ അസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അസ് വെൽ കൂടാതെ. ഇൻറ്റു ഉള്ളിലേക്ക്, ഔട്ട് ഓഫ് പുറത്തേക്ക്, ഡ്യൂറിങ് ആ സമയത്ത്, എബൌട്ട് കുറിച്ച്, ബിസൈഡ് സമീപം, ബിറ്റ്വീൻ മധ്യേ കേട്ടോ. ഇത്രയും കുഞ്ഞു വാക്കുകൾ നോക്കിയാണ് എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് ഇത് നമ്മൾ എന്താ നോക്കി, ഇതിനകത്തിൽ ഡ്യൂറിങ്, എബൌട്ട്, ഇതൊക്കെയാവും നിങ്ങൾ ഇംഗ്ലീഷ് നമ്മൾ ഗ്രാമർ പഠിക്കണം എന്ന് പറയുന്നത്. ഇതൊക്കെ ഇതിനകത്ത് കയറുമ്പോഴാണ് നമുക്കൊരു സെൻറ്റൻസിനകത്തിൽ കൺഫ്യൂഷൻ വരുന്നത്. ഇത് എന്തുമായിരിക്കും ഇതാണ് ബേസ്. ഇത് പഠിച്ചെങ്കിലേ നമുക്കൊരു സെൻറ്റൻസ് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ബിറ്റ്വീൻ എന്ന് വെച്ചാൽ ഇടയിൽ, രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ. മനസ്സിലായി? ഇടയിൽ, മധ്യ എന്ന് പറയും. മധ്യ എന്ന് വെച്ചാൽ പറയാൻ അറിയത്തില്ലെങ്കിൽ ഇടയിൽ എന്ന് പറഞ്ഞാലും മതി. ബിസൈഡ് എന്ന് വെച്ചാൽ സമീപം, നമ്മുടെ അടുത്തിരിക്കുക എന്ന് പറയത്തില്ലേ. എബൌട്ട് എന്ന് വെച്ചാൽ അതിനെ കുറിച്ച്. ഡ്യൂറിങ് ആ സമയത്ത്. ഔട്ട് എന്ന് വെച്ചാൽ പുറത്ത്, ഔട്ട് ഓഫ് പുറത്തേക്ക്. ഇൻ എന്ന് വെച്ചാൽ അകത്തെന്നല്ല, ഇൻറ്റു ഉള്ളിലേക്ക്. അസ്വൽ കൂടാതെ. സോ ദാറ്റ് അതിനാൽ. സിൻസ് അത് മുതലായി. മെനി നിരവധി കേട്ടോ. ബിക്കോസ് കാരണം. സോ അതുകൊണ്ട്. ബട്ട് പക്ഷേ. ഈഫ് എങ്കിൽ. ഇത്രയും ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി നമ്മളിപ്പോൾ ഈ പറഞ്ഞ കുഞ്ഞുകൾ വാക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെർബിനെ കുറിച്ചൊക്കെ പറയുമ്പം നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിലോട്ടൊന്നും ഇപ്പം കയറുന്നില്ല. ഈ ഓക്സിലറി വെർബ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഈ പഠിച്ച ഈസ്, വാസ്, വേറെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ഹെൽപ്പിംഗ് വെർബുകളാണ്. നമുക്കൊരു സെൻറ്റൻസ് നമ്മൾ എഴുതുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ആ ഒരു സെൻറ്റൻസിനകത്ത് വരും കേട്ടോ. ഹെൽപ്പിംഗ് വെർബ് എന്നാണ് ഈ ഓക്സിലറി വെർബിൻ്റെ വേറൊരു പേര്, സഹായക്രിയ. മനസ്സിലാക്കണേ നിങ്ങളെ. ഓക്സിലറി വെർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹെൽപ്പിംഗ് വെർബിൻ്റെ
ഓക്സിലറി വെർബിൻ്റെ വേറൊരു പേരാണ് ഈ ഹെൽപ്പിംഗ് വെർബ്. അത് മൊത്തം എത്ര എണ്ണം ഉണ്ട്? 24 എണ്ണം ഉണ്ട്. മലയാളത്തിൽ എന്താ അതിന് പറയുന്നത്? സഹായക്രിയ കേട്ടോ. സഹായിക്കുന്ന, ക്രിയയെ സഹായിക്കുന്ന വെർബ് ഇത് എഴുതിയിട്ടാണ് നമ്മൾ വെർബ് എഴുതുന്നത്. അതിൻ്റെ അർത്ഥവും കൂടെ നമുക്കങ്ങ് നോക്കാം. മൊത്തം 24 എണ്ണം ഉണ്ട്. ഓർഡറിൽ തന്നെ പഠിക്കണം. ആമ, ഈസ്, ആറ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ക്യാന്, കുഡ്, വില്ല്, വുഡ്, ഷാള്, ഷുഡ്, അങ്ങനെ മൊത്തം 24 എണ്ണം ഉണ്ട്. മേ, മൈറ്റ്, മസ്റ്റ്, നീഡ്, ഓട്ട് ടു, യൂസ്ഡ് ടു, ഡെയർ കേട്ടോ. നമ്മൾ ഈ ഓക്സിലറി വെർബിനെ നിങ്ങളതൊന്നും വാരി വലിച്ച്, ഞാൻ വെറുതെ ഒന്ന് പറയുന്നതേ ഉള്ളൂ, വാരി വലിച്ച് പഠിക്കേണ്ട. ഓക്സിലറി വെർബിനെ നമുക്ക് 3 തിരിക്കാം കേട്ടോ. പ്രൈമറി ഓക്സിലറി വെർബ് എന്നും മോഡൽ എന്നും കേട്ടോ, സെമി മോഡൽ എന്നും 3 തിരിക്കാം. ഈ പ്രൈമറി എന്ന് കേൾക്കുമ്പോഴേ അറിയാം എന്താ പ്രൈമറി ഓക്സിലറി വെർബ് എന്ന് വെച്ച് നോക്കൂ നിങ്ങളുടെ. ആമ, ഈസ്, ആറ് അല്ലേ. നമ്മളിപ്പം നടക്കുന്ന കാര്യങ്ങളെ ഇതൊരു പേനയാണ്, അല്ലെങ്കിൽ ഇതൊരു പേനയാകുന്നു അല്ലേ, ഇങ്ങനെ ഇത് ആകുന്നു, ആണ്, ആമ, ഈസ്, ആറ്, അത് പ്രസൻറ്റിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാസ്റ്റ് വാസ്, വേർ, ആയിരുന്നു. ഇത് നേരത്തെ എൻ്റെ പേനയായിരുന്നു, ഇപ്പം ഇത് വേറൊരാളുടെയാണ് എന്ന് നമ്മൾ പറയത്തില്ലേ? പണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ഏതെങ്കിലും സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, കഴിഞ്ഞതാ അല്ലേ. അപ്പോൾ പാസ്റ്റ് എന്ന് പറയും നേരത്തെ ഉള്ള കേട്ടോ, കഴിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കേട്ട് നിങ്ങൾ പേടിക്കേണ്ട. ഗ്രാമർ ഓടിക്കോ, ഇതുവരെ ഉള്ളത് മനസ്സിലായി, ഇനി ഓടിക്കോ എന്നുള്ള ഇത് വേണ്ട നിങ്ങളെ. നിങ്ങൾ ഈ 24 എണ്ണം അങ്ങ് പഠിച്ചാൽ മതി. ആമ, ഈസ്, ആറ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥവും കൂടെ ഞാനങ്ങ് വലതുവശത്ത് എഴുതിയെന്നേ ഉള്ളൂ. ഹാസും ഹാവിൻ്റെ അർത്ഥം ഉണ്ടെന്നാണ്. ഹാഡെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു, അത് പാസ്റ്റാണ്. നേരത്തെ എനിക്കത് ഉണ്ടായിരുന്നു കേട്ടോ. പ്രസൻറ്റും പാസ്റ്റിലും ആണ് ഈ പറയുന്നത് കേട്ടോ. ആമ, ഈസ്, ആറ് എന്ന് വെച്ചാൽ ആണ്, ആകുന്നു എന്നുള്ള അർത്ഥമാണ്. വാസും വേറും ആയിരുന്നു, എനിക്ക് നേരത്തെ അതുണ്ടായിരുന്നു എന്ന് പറയത്തില്ലേ, അതാ. ഹാസും ഹാവും ഉണ്ട്, എനിക്ക് ഇപ്പോഴും അതൊക്കെ ഉണ്ട് കേട്ടോ. ഹാർഡെന്ന് വെച്ചാൽ എനിക്കത് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല കേട്ടോ, എനിക്ക് ഉണ്ടായിരുന്നു ഹാർഡ്. ഡൂ, ഡസ് എന്ന് വെച്ചാൽ ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, ഹോംവർക്ക് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഡിഡ് എന്ന് വെച്ചാൽ ചെയ്തു. അപ്പോൾ ചെയ്യാന്ന് പറയട്ടെ, ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കേട്ടോ. ഡിഡ് എന്ന് വെച്ചാൽ എന്താ? ചെയ്തു. ഞാനത് എപ്പോഴേ സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ എൻ്റെ ഹോംവർക്ക് ചെയ്തു എന്ന് വെച്ചാൽ അത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് പറയണ്ട അല്ലേ. അപ്പോൾ കഴിഞ്ഞു, അതെന്താ? പാസ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ മൊത്തം നോക്കിയേ, പ്രൈമറി ഓക്സിലറി വെർബ് മൊത്തം 11 എണ്ണമാണ്. ഒന്ന് പറഞ്ഞു നോക്കി നിങ്ങളെ, ഒന്ന് ട്രൈ ചെയ്തേ. ആമ, ഈസ്, ആറ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ആമ, ഈസ്, ആറ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. 3-4 വട്ടം ഒന്ന് പറഞ്ഞേ, എന്നിട്ട് നിങ്ങൾ ബാക്കി എണ്ണാ മതി കേട്ടോ. അത് നല്ലപോലെ ആ 11 എണ്ണം, കാരണം മൊത്തം 24 എണ്ണമാണ്. ആ 11 എണ്ണം പഠിച്ചിട്ട് വേണം അടുത്തത് പഠിക്കാൻ. മനസ്സിലായോ? ആമ, ഈസ്, ആറ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ഓക്കെ ആണോ? ഇനി അടുത്തത് മോഡൽസ് നോക്കിക്കേ. ക്യാന്, കുഡ്, എളുപ്പം ഓടിക്കാൻ. ക്യാന്, കുഡ്, വില്ല്, വുഡ്, ഷാള്, ഷുഡ്. ക്യാന്, കുഡ്, വില്ല്, വുഡ്, ഷാള്, ഷുഡ്. മനസ്സിലാക്കി തന്നെ പോണേ. ക്യാൻ എന്ന് വെച്ചാൽ കഴിയും, എനിക്കിതൊക്കെ പഠിക്കാൻ കഴിയും, എന്നെ കൊണ്ട് എന്നോടാ അല്ലേ. കഴിയും, ക്യാൻ, എനിക്ക് കഴിയും. കുഡെന്ന് വെച്ചാൽ കഴിയുമായിരുന്നു, എനിക്കിതൊക്കെ കഴിയുമായിരുന്നു അല്ലേ, നേരെ പാസ്റ്റാണ്. അപ്പോൾ ക്യാന്, കുഡ്. വില്ലെന്ന് വെച്ചാൽ ആകും കേട്ടോ. വുഡെന്ന് വെച്ചാൽ ആയേക്കും. ഷാളെന്ന് വെച്ചാൽ ചെയ്യും. ഷുഡെന്ന് വെച്ചാൽ ചെയ്തേക്കും. ക്യാന്, കുഡ്, വില്ല്, വുഡ്, ഷാള്, ഷുഡ്. ഓക്കെ ആണോ? ഇനി അതിൻ്റെ കൂടെ മേ, മൈറ്റ്, മസ്റ്റ് അതുകൂടെ ആകുമ്പോഴാണ് മോഡൽസ് തീരുന്നത്. മേ, മൈറ്റ്, മസ്റ്റ്. മേ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യട്ടെ, ചെയ്യട്ടെ, അങ്ങനെ ചെയ്യട്ടെ. മൈറ്റ് എന്ന് വെച്ചാൽ ആയേക്കും, ഇങ്ങനെ ആയേക്കും, അങ്ങനെ ആയേക്കും എന്നൊക്കെ പറയത്തില്ലേ. മൈറ്റ്, മസ്റ്റ്, തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. അപ്പോൾ അത്രയാണ് മോഡൽസ് കേട്ടോ. മോഡൽസ് മൊത്തം എത്ര എണ്ണം ഉണ്ട്? 3, 2, 4, 6, 7, 8, 9 എണ്ണമാണ് മോഡൽസ്. അപ്പോൾ 11 എണ്ണം ഏതായിരുന്നു? ഓക്സിലറി വെർബാണ് നിങ്ങളെ നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്ന, ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുന്നതാണ് ഓക്സിലറി വെർബുകൾ എന്താണെന്ന്. ഓക്സിലറി വെർബുകൾ മൊത്തം 24 എണ്ണമാണ്. അതിനകത്തിൽ ആദ്യമേ പ്രൈമറിയിൽ വരുന്നതാണ് ആദ്യത്തെ 11 എണ്ണം, അത് ഇത്രയും എണ്ണം. പിന്നെ വരുന്ന 9 എണ്ണം ക്യാൻ, കുഡ്, വില്ല്, വുഡ് കേട്ടോ, ഷാള്, ഷുഡ്, പിന്നെ മേ, മൈറ്റ്, മസ്റ്റ്.
ഇനി പിന്നെ വരുന്നത് സെമി മോഡൽസ് ആണ്. നീഡ്, ഡെയർ, ഓട്ട് ടുവും യൂസ്ഡ് ടു. കേട്ടോ, നീഡ് എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ, ആവശ്യം. ഓട്ട് ടു എന്ന് വെച്ചാൽ ചെയ്യേണ്ടതുണ്ട്. യൂസ്ഡ് ടു പതിവായിരിക്കുക എന്ന് ഇവിടെ അർത്ഥം. യൂസ്ഡ് ടു. ഡെയർ എന്ന് വെച്ചാൽ ധൈര്യപ്പെടുക. അപ്പം മൊത്തം എത്ര ഉണ്ട്? 24 സഹായ ക്രിയകളാണ് നമുക്ക് ഉള്ളത്. നമ്മൾ ഒരുപാട് അങ്ങ് നിരക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അന്നെന്നുള്ളത് അന്നങ്ങ് പഠിക്കണേ കുഞ്ഞുങ്ങളെ. ഇന്ന് നമ്മൾ കുറച്ച് മീനിങ് പഠിച്ചു. ഓക്സിലറി വെർബ് ഒരു 24 എണ്ണവും പഠിച്ചിട്ടുണ്ട്. 24 ഓക്സിലറി വെർബിൽ ആദ്യത്തെ 11 എണ്ണം പ്രൈമറിയിൽ ഓക്സിലറി വെർബാണ്. പിന്നെ അടുത്ത 9 എണ്ണം മോഡൽസ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ളത് ഏതാ? സെമി മോഡൽസുമാണ്. ഓക്കെ ആണോ? മനസ്സിലാക്കി തന്നെ പോണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് പറയണം. നിങ്ങൾ മിക്കവാറും ഉള്ളവരൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ആരും കമൻറ്റ് പറയുന്നില്ല. ഞാൻ ഓരോരുത്തരെയും കമൻറ്റ് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണോ? അത്രയും നമ്മളിപ്പോൾ കുറേ വാക്കുകൾ പഠിച്ചില്ലേ? ഇനി ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളോട് കണ്ടേ, നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. പ്രിപ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ കുറേ കുഞ്ഞുല്ലേ, ഇപ്പം അറ്റ്, ഓണ്, ഇന്ന്, ഈ 3 പ്രിപ്പോസിഷനാണ് ഈ 3 എണ്ണം. ഒരുപാടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു 3 എണ്ണമാണ് ഞാനിപ്പോൾ എടുത്തത്. അറ്റ്, ഓട്, ഇന്ന്. ഞാൻ അതിൻ്റെ ക്ലൂവും അതിൻ്റെ കൂടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പഠിക്കുന്ന ഒരാൾക്ക് നമുക്കെല്ലാം എഴുതാൻ പറ്റും. അതായത് അറ്റെന്ന് പറയുന്നത്, അറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ളത് എന്നൊരു അർത്ഥമാണ് ഇവിടെ കേട്ടോ. അടുത്തത് ഓണെന്ന് വെച്ചാൽ നമുക്കറിയാം മുകളിൽ, ഇന്നെന്ന് വെച്ചാൽ ഉള്ളിൽ അല്ലേ, അകത്ത് ഉള്ളിൽ നിന്നൊക്കെ നമ്മൾ ഇന്ന്. ഓണെന്ന് വെച്ചാൽ മുകളിൽ, അറ്റെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് തൊട്ടടുത്തെന്നൊരു അർത്ഥത്തിൽ നമുക്ക് ഇവിടെ എടുക്കാം. നോക്കിക്കേ, സ്പെസിഫിക് ടൈമിനെയോ അല്ലെങ്കിൽ ലൊക്കേഷനോ കാണിക്കാൻ നമ്മൾ അറ്റ് ഉപയോഗിക്കും. ഇത് പഠിക്കാവുന്നവർക്ക് ഏത് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ തരാം. അതായത് നിങ്ങൾ ഹോംവർക്കായിട്ട് എനിക്ക് ചെയ്ത് കാണിക്കണം. നോക്കട്ടെ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടത്. നോക്കട്ടോ, ഞാൻ അറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ടൈമിനെയും അതുപോലെ ലൊക്കേഷനെയും കാണിക്കുന്നത് ആണ് അറ്റ്. ഇനി ഓണെന്ന് വെച്ചാൽ ദിവസം, ഡേയ്സ് ആൻഡ് ഡേറ്റ്, ദിവസങ്ങളെയും ഡേറ്റിനെയും കാണിക്കാതെ ഓണ് കേട്ടല്ലോ. ഡാഷ് ഡാഷ് ഡാഷ്. ഇപ്പം ഞാൻ പറയാം, ഇന്ന് ഉപയോഗിക്കുന്നത് സീസണ്, മന്ത്, ഇയർ. എവിടൊക്കെയാണ് സീസണുകൾ കേട്ടോ, കാലാവസ്ഥ, സീസണുകൾ അല്ലേ, മന്ത്, ഇയർ, മാസങ്ങളെയും വർഷങ്ങളെയൊക്കെ കാണിക്കാനാണ് നമ്മൾ ഇന്ന്. മനസ്സിലായോ? ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. നോക്കിയോ നിങ്ങളിവിടെ ഒന്നാമത്തെ ഡാഷ് 7 PM. 7 PM എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ, എന്തുവാണ് ഇവിടെ നോക്കിക്കേ? ടൈം, ലൊക്കേഷൻ, ഡേറ്റ്, സീസൺ. ഇതിനകത്തിൽ ഏതാ കൊടുത്തേക്കുന്നത്? ടൈമല്ലേ? നോക്കി, 7 മണി എന്ന് പറഞ്ഞാൽ ടൈമല്ലേ അല്ലേ? നമ്മളിവിടെ ബ്രാക്കറ്റിൽ ചുമ്മാതെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കേട്ടോ. ഇത് അറിയാൻ വേണ്ടി ടൈമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ടൈം ഇവിടുത്തെ ഏതാണ്? അറ്റാണ് അല്ലേ? ടൈം എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? അറ്റ് ആണ്. മനസ്സിലായോ? ക്യാപിറ്റലാണ്, കാരണം ഒരു സെൻറ്റൻസ് ആയതുകൊണ്ട് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണ് കേട്ടല്ലോ. അറ്റ്, കാരണം ടൈം വന്നുകൊണ്ട് അറ്റാണ്. മനസ്സിലായോ? അടുത്തത് ഡാഷ്. ഇപ്പം മൺഡേ എന്ന് പറയുന്നത് എന്താണ്? ദിവസമാണ് അല്ലേ? ഡേ, ദിവസത്തെ സൂചിപ്പിക്കുന്നതാണ് മൺഡേ. അപ്പോൾ ദിവസം എന്ന് പറയുന്നതിനകത്തിൽ ഏതാ നോക്കിക്കേ? ഓണാണ്. കണ്ടോ? ഇപ്പോൾ പിടികിട്ടുന്നുണ്ടോ? ഓണാണ്. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലാക്കുന്നവർക്ക് ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും എഴുതാൻ പറ്റും. മനസ്സിലായോ? മൂന്നാമത്തത് ഡാഷ്. ഇപ്പം ഡാഷ് സെക്കൻഡ് ഒക്ടോബർ. സെക്കൻഡ് ഒക്ടോബർ എന്ന് പറയാം. അതൊരു ഡേറ്റ് അല്ലേ കുഞ്ഞുങ്ങളെ? അല്ലേ? അതൊരു ഡേറ്റ് ആണ്. ഒക്ടോബർ 2 എന്ന് വെച്ചാൽ ഒരു ഡേറ്റ് ആണ്. ഡേറ്റ് ഇതിനകത്തിലേതാ നോക്കിയേ? ഓണാണ്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഓണാണ്. അടുത്ത ഞാൻ പറയാം ഡാഷ്. പിന്നെ ദി എയർപോർട്ട്. എയർപോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ? എയർപോർട്ട് അതൊരു സ്ഥലം, ഒരു ലൊക്കേഷനാണ്. എയർപോർട്ട് എന്ന് വെച്ചാൽ എന്താ? ഒരു ലൊക്കേഷനാണ് അല്ലേ? ലൊക്കേഷൻ ഇവിടെ എന്താണ് നോക്കിയേ? അറ്റാണ്. കണ്ടോ? അറ്റ്. മനസ്സിലായോ? ഇനി ഡാഷ്, ഇനി നിങ്ങൾ തന്നെ പറയാൻ ശ്രമിക്കണം. ഡാഷ്. ഇപ്പം ഫെബ്രുവരി എന്ന് വെച്ചാൽ എന്താ? മന്താണ് അല്ലേ? ഒരു മാസമാണ്. മാസം ഇവിടെ ഏതാ നോക്കിക്കേ? മാസം ഇന്നാണ്. മനസ്സിലായോ? അടുത്ത 6ാമത്തെ ഡാഷ് റെയിനി ഡേ എന്ന് വെച്ചാൽ എന്താ? മഴക്കാലം അല്ലേ? എന്താ? ഡേ ആണ്. ഡേ എന്തിൻ്റെ ഏതാ വന്നേക്കുന്നത്? ഡേ ഇവിടെ നോക്കി, ഡേ ഓണ്. കണ്ടോ? ഓണ്. അടുത്തത് 7ാമത്തെ ഡാഷ്. ഇപ്പം 2026. ഡാഷ് 2026. 2026 എന്ന് പറയുന്നത് എന്താ? ഒരു വർഷത്തെ കാണിക്കാനാണ്. വർഷം എന്താണ്? ഇയർ ഇന്നാണ് അല്ലേ? ഇന്നാണ്. മനസ്സിലായോ?
ഇപ്പോൾ ഒരെണ്ണം കൂടെ പറയാം. ഡാഷ് ഇപ്പോൾ ഫ്രൈഡേ വെള്ളിയാഴ്ച, ഫ്രൈഡേ ഈവനിങ് ആണ്. എന്തുവായാലും എന്താ ഫ്രൈഡേ ദിവസമല്ലേ കുഞ്ഞുങ്ങളെ? അത് ഈവനിങ് ആയാലും മോർണിംഗ് ആയാലും എല്ലാം എന്താണ്? അതൊരു ദിവസമാണ്. ദിവസമാണെങ്കിൽ ഓണാണ്. മനസ്സിലായോ? അടുത്ത ഡാഷ് മൺസൂണ്, MONSO മൺസൂണ് അല്ലേ? മൺസൂൺ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു സീസണാണ് അല്ലേ? മൺസൂൺ എന്ന് വെച്ചാൽ അതൊരു സീസണാണ്. അതേതാണ് സീസൺ വരുമ്പം ഇന്നാണ്. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലായോ? ഇനി ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് ഇത് എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിയാൻ ഞാനിപ്പോൾ എഴുതിയിട്ട് നിങ്ങൾ ആൻസർ മാത്രം അങ്ങ് എന്നെ എഴുതി കാണിച്ചാൽ മതി. അതായത് ഞാനിപ്പം 1 നമ്പർ ഇട്ടിട്ട് ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരാം. അപ്പോൾ ഇത് ഹോംവർക്കായിട്ടിരിക്കട്ടെ. ഞാൻ ഈ പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനാണ്. നിങ്ങളിത് എങ്ങനെ ആൻസർ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഡാഷ് ജൂലൈ ആണ് അല്ലേ? അപ്പോൾ 1 നമ്പർ ഇട്ടിട്ട് ജൂലൈ എന്ന് പറയുന്നത് എന്താ? ജൂലൈ എന്താ കുഞ്ഞുങ്ങളെ? ഒരെണ്ണം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ജൂലൈ എന്ന് പറയുന്നത് മാസമാണ് അല്ലേ? മന്താണ്. മന്ത് വരുന്നത് എന്തിനാണ്? മന്ത് വരുന്നത് അറ്റ് അല്ലേ? അറ്റാണ്. അത് ഓർത്തോടെ. മാസം വരുന്നത് അല്ലേ? ജൂലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മാസം. ജൂലൈ മാസമല്ലേ? അത് മാസമാകുമ്പോൾ അത് എന്ത് ചെയ്യണം? മാസമല്ലേ? അപ്പോൾ അങ്ങനെ അറ്റ് വരുന്നത് ഇന്ന കേട്ടോ. മാസം. അതുകൊണ്ട് ഇവിടെ എല്ലാം ഞാൻ ക്ലൂ പറഞ്ഞിട്ടുണ്ട്. മാസം, ഇയർ, സീസൺ വന്നു കഴിഞ്ഞാൽ ഇന്നാണ്. ഡേറ്റ്സും വന്നു കഴിഞ്ഞാൽ, ദിവസവും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഡേറ്റുകളും വന്നു കഴിഞ്ഞാൽ അത് ഓണാണ്. ഏതെങ്കിലും ടൈമോ ലൊക്കേഷനോ തന്നു കഴിഞ്ഞാൽ അറ്റാണ്. മനസ്സിലായോ? അത് മനസ്സിലാവുന്നവർക്ക് ഇത് എളുപ്പം പറയാൻ പറ്റും. നിങ്ങളപ്പോൾ ആൻസർ എഴുതേണ്ടത് 1 എഴുതിയിട്ട് ഇന്ന്. അപ്പോൾ 2 ഇവിടെ നോക്കിയേ, ഇയറാണ്. ഇയർ വന്നാൽ എന്താണ്? അപ്പോൾ 2 എഴുതിയിട്ട് ആൻസർ മാത്രം നമ്പർ ഇട്ടിട്ട് എഴുതിയാൽ മതി. കണ്ടോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഹോംവർക്ക് 1 മുതൽ 10 വരെ വായിക്കാൻ പറ്റുമല്ലോ. അപ്പം നിങ്ങൾ ഇത് ഓരോന്നും എഴുതി അയക്കണം കേട്ടോ. എത്രയും നേരത്തെ അയക്കണം. അപ്പോൾ എനിക്ക് മറുപടി അയക്കാൻ പറ്റും. നമുക്ക് ഓരോ ദിവസം ഓരോ ക്ലാസ് എടുക്കണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് അന്നന്ന് കണ്ടിട്ട് അന്നന്ന് തന്നെ കമൻറ്റ് ഇടും. നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ കാരണം നിങ്ങൾക്കിത് മനസ്സിലാവാതെ ഞാനിപ്പോൾ അതിൻ്റെ അപ്പുറം എടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അന്നന്ന് പഠിച്ചിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? അപ്പോൾ നമ്പർ നിങ്ങൾ എങ്ങനെ എഴുതുമെന്നുള്ള ബുദ്ധിമുട്ട് വേണ്ട. നമ്പർ ഇട്ടിട്ട് ആൻസർ മാത്രം എഴുതി അയച്ചാൽ കേട്ടോ. ഓക്കെ ആണേ? വൃത്തിയായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.